മുന്നണിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഗുരാച്ചുണ്ടിലാണ് അറിയാമല്ലോ. ഇവിടെ കുറെ ദിവസങ്ങളായി ഈ കാട്ടുപോത്തിന്റെ ശല്യം ഉണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ തന്നെ മൃഗങ്ങളുടെ കയ്യിൽ ആധിപത്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ദിനംപ്രതി സംഭവം ആവർത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഇറങ്ങിയ കാട്ടുപോത്ത് തന്നെയാണോ ഇന്നലെ? അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. അപ്പൊ ഇത് എന്നേക്കും അവസാനിപ്പിക്കണം. ഇവർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, കുടുംബത്തിന് ജോലി കൊടുക്കണം. മാത്രമല്ല, ഇപ്പം ഞങ്ങൾക്ക് AC തന്നിട്ടുള്ള ഉറപ്പ് ആ കാട്ടുപോത്തിനെ വളരെ പെട്ടെന്ന് വെടിവെക്കാനുള്ള ഓർഡർ ഇഷ്യൂ എന്നാണ് കട്ടോൽ സംസാരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോഡി ഇപ്പം ഞങ്ങൾ മോർച്ചറിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും UDF അതിരൂക്ഷമായ സമരപരിപാടികളുമായി മനുഷ്യ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകും. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ, കാരണം നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ ദിവസങ്ങളായി അവിടെ കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്. കക്കയം വനഭാഗത്തു നിന്നും കാട്ടുപോത്ത് ഇറങ്ങുന്നു. അത് പല കാരണങ്ങളുണ്ട്. അതിന്റെ എന്താണ് കാരണമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി നിൽക്കുന്നു. ഇന്നലെ വീട്ടിന് മുമ്പിൽ വരെ കാട്ടുപോത്ത് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാട്ടുപോത്താണോ ഇന്ന് ആക്രമണം നടത്തിയതെന്ന് അത് പറയാൻ കഴിയില്ല. കാരണം നിരന്തരം പല കാട്ടുപോത്തുകളും സമാനമായ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തൽക്കാലം എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകിയിട്ടുണ്ട്. പക്ഷേ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടലുണ്ടാവണം. കാട്ടുപോത്തുകളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് അത് ഇറങ്ങുന്ന സമയത്ത്, കൂടുതൽ ആക്രമണം നടത്തിയ ശേഷം പിന്നീട് ഇറങ്ങുന്ന സമയത്ത് വെടിവെക്കാനുള്ള ഉത്തരവ്